അങ്ങനെ തന്നെ പറഞ്ഞത് കൊണ്ടാണ് നമുക്കിപ്പോ പോകാത്തത്. ഇൻഷാല്ലാ അവിടെ ഫാക്ട് ഇത് കാണാൻ സംഭവം അതിൻ്റെ ഉള്ളിൽ കയറാനോ പൈസ പിന്നെ മുസാഫ് വാങ്ങാനോ പറ്റിയിട്ടില്ല, പിന്നെ അവിടെ കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ പോകാത്തത്. ഇനി പറയാനുള്ളത്, ചോറിച്ച് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ മാതിരി കിടക്കേണ്ട ആളുകൾക്ക് കിടക്കാം. ഇന്നലെ പറഞ്ഞിരുന്നു സ്വന്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ളവർക്കൊക്കെ പോകാം. ആ കൂട്ടത്തില് 30-ലധികം സ്ഥലങ്ങൾ, കാഴ്ച സ്ഥലങ്ങളുള്ള സിയാറകൾക്ക് ചില ആളുകൾ പോകണം എന്ന് പറഞ്ഞവരുണ്ട്. ആ പറഞ്ഞ ആളുകൾ ഇൻഷാല്ലാ കറക്റ്റ് എണ്ണം ഇൻഷാല്ലാ ഇപ്പൊ തരികയാണെങ്കിൽ അതിനനുസരിച്ചില്ല 8 ആളെ വണ്ടിയാണ്, പിന്നെ വേറൊരു 8 ആളെ വണ്ടി, പിന്നെ വേറെ 8 ആളെ വണ്ടി. അങ്ങനെ വലിയ ബസ്സൊന്നും പോയിട്ട് കാര്യമില്ല, കാണൂല. ചെറിയ വണ്ടികൾ ഉള്ളേരിയിലൂടെ പോയി കാണേണ്ട സ്ഥലങ്ങളാണ്, വലിയ വാഹനം കൊണ്ട് പോയിട്ട് കാണാൻ കഴിയൂല. അപ്പൊ ഇൻഷാല്ലാ അതിന്റെ ആളുകൾ എത്ര ഉണ്ട് എന്നുള്ളത് അറിയിച്ചാൽ, ഞങ്ങളേതായാലും കുറച്ചാളുകളൊക്കെ ഇങ്ങനെ 5-6 ആളുകളൊക്കെ പോകാൻ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇൻഷാല്ലാ 25 റുപ്യ കൊടുക്കണം. 25 റിയാലുള്ളോര് പോവാൻ താല്പര്യമുള്ളവര് ഒരുങ്ങിക്കോളി. ഇൻഷാല്ലാ ഇവിടുന്ന് ഏതെങ്കിലുമൊക്കെ വണ്ടികള് ടാക്സികൾ വിളിച്ചിട്ട് പോയിട്ട് കാണാം. അപ്പൊ ഖുർആൻ പ്രസ് ബോർഡിലേക്ക് അങ്ങനെ പോകാം, അവിടുന്ന് ഖുർആൻ കിട്ടും. അതോടൊപ്പം പിന്നെ 30-ലധികം ചരിത്ര പ്രാധാന്യമുള്ള വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങള് നമ്മൾ സാധാരണ കാണാത്ത 10-30 ഇപ്പൊ നമ്മളിന്ന് പോയിട്ടാകെ 4-5-6 സ്ഥലങ്ങളാണ് നമ്മൾ ഈ കാഴ്ചയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതാണ് ജനറൽ ആയിട്ടുള്ള പോക്ക്. ഇനി ചെറിയ വണ്ടികളിൽ ഉള്ളേരിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നെ ജനാസ കുളിപ്പിക്കാൻ വേണ്ടി എടുത്ത വെള്ളമുള്ള കിണർ ഇൻഷാല്ലാ അങ്ങനെ തുടങ്ങി. അതൊരു ഉദാഹരണം പറഞ്ഞത്. അങ്ങനെ തുടങ്ങി പ്യൂറു റൂമാ കിണർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മദീനയിൽ ഏറ്റവും വലിയ വഖഫായിട്ട് തോട്ടവും അതുപോലെ തന്നെ കിണറും വഖഫായിട്ട് ചെയ്തത് ഇന്നും ആ തോട്ടവും കിണറൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ മറ്റു ഒരുപാട് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഫാത്തിമ എന്ന മഹദി താമസിച്ചിരുന്ന വീട്, അവരുപയോഗിച്ചിരുന്ന കിണർ, ഇങ്ങനെയാണ് തുടങ്ങി പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ഉറുവത്ത് എന്നവരുടെ കോട്ട, ഒരുപാട്. ഇതൊക്കെ ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ള ആളുകള് പറയാ, അവർക്ക് എന്ത് ചെയ്യാ, ഒരു 25 റുപ്യ കൊടുത്തിട്ട് വണ്ടിയിൽ പോയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു ആഫിയത്തുള്ളവർക്കും താല്പര്യമുള്ളവർക്കും അതിന് പോയി അതൊക്കെ കാണാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോ എത്ര ആളുണ്ട്? പോകാനുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കയ്യൊന്തിക്കും. പോകാൻ പൂതിയുള്ളവര് വയ്ക്കുന്നവര് മാത്രം ആരുമില്ല. നല്ല കുട്ടികൾ. അപ്പൊ ആരും പോയിരുന്നില്ല. അപ്പൊ ഇൻഷാല്ലാ അത് 8 ആൾ ഇന്നലെ പറഞ്ഞവരുണ്ട്. ഇൻഷാല്ലാ ഓല് പോയിക്കോട്ടെ, മറ്റുള്ള ആളുകൾ എന്ന റൂമിൽ വിശ്രമിച്ചോളി ഇൻഷാല്ലാ. അവിടുന്ന് പഴയ കാലത്തൊന്നും അവിടുന്ന് കിണർ കാണാനോ ബർക്കത്തെടുക്കാനോ പറ്റിയിരുന്നില്ല. ഇപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്തുള്ള കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ വരെ പൈപ്പുകൾ, സംവിധാനങ്ങൾ വരെ 4 മണിക്ക് ശേഷം പോയാല് പൈപ്പുകളിൽ വെള്ളം എടുക്കാനുള്ള സംവിധാനങ്ങൾ വരെ അവിടെ ഗവൺമെന്റ് ഇപ്പൊ ചെയ്തിരിക്കുകയാണ് ബർക്കത്തിന് വേണ്ടി. അങ്ങനെ സംഭവമൊക്കെ ഇടതു ഭാഗത്തേക്ക് നോക്കിയ ബസ് പോയി. സ്വന്തമായിട്ട് കാണേണ്ട ആളുകൾക്ക് ഇതുപോലെ നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ ചെറിയ റിയാൽ കൊടുത്തിട്ട് പോവാം. വീണ്ടും ആഗ്രഹം ഉണ്ടെങ്കിൽ പോവാം ഇൻഷാ അല്ലാഹ്. പിന്നെ ചെറിയ വണ്ടിയിലാണ് നമുക്ക് പോകാനുള്ള സ്ഥലങ്ങൾ ഇൻഷാ അല്ലാഹ്. അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഒരുങ്ങിക്കൊള്ളി. അവർക്ക് സ്ഥലങ്ങൾ ആഫിയത്ത് ഉണ്ടെങ്കിൽ ചെറിയ പൈസ കൊടുത്തിട്ട് പോകേണ്ട ആളുകളൊക്കെ ഒരുങ്ങിക്കൊള്ളി ഇൻഷാ അല്ലാഹ്.